ഹലോ കൂട്ടുകാരെ, കുറച്ച് മുരിങ്ങാച്ചപ്പില കിട്ടിയിട്ടുണ്ട്. മുരിങ്ങാച്ചപ്പില തോരൻ ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ആദ്യം കമ്പ് നമ്മൾ അത് അടർത്തി മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ നാരൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ, ചെറിയതാക്കി മാറ്റിയിട്ടില്ല. കാരണം നമ്മൾ മുരിങ്ങയില കഴിക്കുന്ന സമയത്ത് ആ നാരോടുകൂടി കഴിക്കണം, എന്നാൽ മാത്രമേ അതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. ശേഷം മഞ്ഞളും ഉപ്പും ചേർത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു അരിപ്പയിലേക്ക്, ചോറരിക്കുന്ന അരിപ്പയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്, വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ശേഷം എണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടി വന്നതിന് ശേഷം വെളുത്തുള്ളിയും ജീരകവും ചതച്ചതും കൂടി ആഡ് ചെയ്തു. അപ്പോൾ ജീരകം കുറച്ചധികം ഇടുക കേട്ടോ. ജീരകവും വെളുത്തുള്ളിയാണ് ഈ ഒരു മുരിങ്ങ ഇലയുടെ മെയിൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വറ്റൽമുളക് ഇടുന്നതിനേക്കാളും നല്ലത് ക്രഷ് ചെയ്തിടുക. നമ്മൾ വറ്റൽമുളകോ മുളക് പൊടിയോ ഇടുന്നതിനേക്കാളും നമുക്ക് കുറച്ചും കൂടിയും ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മുളകൊന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ടെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മുരിങ്ങയില, അതായത് നമ്മൾ മുരിങ്ങാച്ചപ്പില എന്ന് പറയും കേട്ടോ, അത് ആഡ് ചെയ്ത് കൊടുത്തു. ദെൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പും മഞ്ഞളും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പ് നല്ലപോലെ എല്ലായിടത്തും മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ എല്ലാവരും ഭക്ഷണത്തിൽ മുരിങ്ങയില, ചീര പോലുള്ള ഇലക്കറികൾ ഉൾപ്പെടുത്തുക കേട്ടോ. കാരണം നമുക്ക് നല്ല ഗുണങ്ങൾ നൽകുന്നുണ്ട് മുരിങ്ങയിലയും ചീരയും ഒക്കെ. നമ്മൾ ഉപ്പും മഞ്ഞളും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇലയിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കഴുകുന്ന സമയത്ത്, അപ്പോൾ അത് നന്നായിട്ട് ഡ്രൈ വരട്ടെ. നമ്മൾ ഒരല്പം തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. തേങ്ങയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. തീ കുറച്ച് നമുക്കതൊന്ന് വെള്ളമൊക്കെ ഡ്രൈ ആയി വരുന്നത് വരെ വെക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ മുരിങ്ങയില ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും മുരിങ്ങയില കറി ഉണ്ടാക്കുന്നുണ്ടാവും. നിങ്ങൾ ഇതേപോലെയാണോ ഉണ്ടാക്കാറെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്.